Welcome to Shagu's Patient. ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെഗൂസ് പാഷൻ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല കറുമുറ കടിച്ച് കഴിക്കാനായിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമായിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ വെക്കേഷൻ പോരാത്തതിന് എല്ലാവരും വീട്ടിലിരിക്കുകയൊക്കെ അല്ലേ, അപ്പോൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ്, പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് കടലമാവാണ്. ഈ കടലമാവ് അല്ലെങ്കിൽ നമുക്ക് കടല വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ച് നല്ല നൈസാക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ ജീരകമാണ്, 1/2 ടീസ്പൂണോളം മതി. പിന്നെ കരിഞ്ജീരകവും എള്ളും കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കരിഞ്ജീരകവും എള്ളും രണ്ടും എടുക്കണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു അല്പം കായത്തിൻ്റെ പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം, നല്ലൊരു മണമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യിന് പകരം വേണമെങ്കിൽ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ ആയാലും എടുക്കാം, 1 ടീസ്പൂൺ എടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1.5 കപ്പ് നല്ല ചൂടുള്ള വെള്ളം വേണം. ഇത് ഞാൻ പൊടി അളന്നെടുത്തിട്ടുള്ള ആ കപ്പിൽ തന്നെ അളന്നെടുത്തിട്ടുള്ള വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ കുഴച്ചെടുക്കുന്ന ഈ ബാറ്റർ ശരിയായി വരില്ല. അപ്പോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല, പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ടാവും. ഇത് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചൂട് അല്പം ഒന്ന് മാറിയതിന് ശേഷം ഒരു പരിധിയിലുള്ള ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം, എങ്കിലേ കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ വെള്ളം ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് 1.5 കപ്പ് വെള്ളം ഇതിന് ആവശ്യമാണ്. ഞാനിത് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കുറേശ്ശെ ആയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എടുത്തിട്ടുള്ള വെള്ളം ഞാൻ മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് കറക്റ്റാണ്, ഈ പൊടിയിലേക്ക് ഈ വെള്ളം കറക്റ്റാണ് കേട്ടോ. ഇനി നന്നായി കുഴച്ചെടുക്കുക, നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഞാൻ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരല്പം നെയ്യ് കയ്യിലൊന്ന് തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമ്മുടെ അച്ചിലേക്ക് ആക്കണം, അതായത് നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ അതിലേക്കാണ് ആക്കേണ്ടത്. അതിൽ ഇങ്ങനത്തെ ഈ ചില്ലിട്ടിട്ടാണ് ആക്കേണ്ടത്. ഈ അച്ച് വേണം നൂൽപുട്ടിൻ്റെ അച്ചിലിടാനായിട്ട്. ഈ സ്റ്റാറിൻ്റെ ഈ അച്ചാണ് ഇടേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നെയ്യ് പരട്ടി കൊടുക്കുക, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അച്ചിൽ നെയ്യ് പരട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അല്പം മാവ് ഇതിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് നോക്കുകയാണ് റെഡിയായി വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്, പൊട്ടിപ്പോകണമൊന്നുമില്ല, കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. വെള്ളത്തിൻ്റെ അളവൊന്നും കൂടാഞ്ഞാൽ മതി, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ പീസുകളായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് റൗണ്ടായിട്ട് വേണമെങ്കിലും ചുറ്റിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിട്ടോ. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ, തീ കൂട്ടി വെക്കാനും പാടില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് തയ്യാറായിട്ടുണ്ട്, എണ്ണ കുടിക്കത്തൊന്നുമില്ല. ഇനി ഞാൻ രണ്ടാമത് ഇങ്ങനെ വട്ടനെ ചുറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. സിമ്പിളാണ് ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട്, വലിയ പ്രയാസമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊരു കയ്യിലോണ്ട് കോരിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റിലാണ് ഞാൻ ചുറ്റിച്ചെടുത്തത്. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കുകയെന്ന് വെച്ചെങ്കിൽ ഇതുപോലെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പൊട്ടിപ്പോകത്തൊന്നുമില്ല, എണ്ണ കുടിക്കത്തുമില്ല.
വെള്ളം കൂടി പോകുമ്പോഴാണ് എണ്ണ കുടിക്കുക. പിന്നെ ഇത് ചുറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് എണ്ണയിലിടുമ്പോൾ ഒന്ന് പൊട്ടിപ്പോവും. ഇപ്പം ഞാൻ എല്ലാം അതിങ്ങനെ തയ്യാറാക്കി എടുത്തു. നല്ല സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ്. നല്ലൊരു സ്നാക്കാണ്. കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ വെക്കേഷനിലൊക്കെ ഒന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം. സാധാരണ നമ്മളെല്ലാവരും ഇതൊക്കെ ബേക്കറിയിൽ നിന്നല്ലേ വാങ്ങാം, അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്